സലിം കുമാറിന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ അമൃത ആശുപത്രി മോർച്ചറിയിൽ നിന്ന് വടക്കൻ പറവൂരിലേക്ക് കൊണ്ടുപോകും. 8:15 മുൻപായി മൃതദേഹം ഇവിടെ നിന്ന് മാറ്റും. വടക്കൻ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം ഏതാണ്ട് 12 മണിവരെയാണ് നിലവിൽ പൊതുദർശനം ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീടായ ലാഫിംഗ് വില്ലയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ രമേഷ് പിഷാരടി MLA, രാവിലെ നടൻ സണ്ണി വെയിൻ എത്തിയിരുന്നു. കൂടാതെ ആൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ നേതൃത്വത്തിലാകും അല്ലെങ്കിൽ മൃതദേഹം വടക്കൻ പറവൂരിലേക്ക് കൊണ്ടുപോവുക. വടക്കൻ പറവൂരിൽ ടൗൺ ഹാളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. അതേസമയം സലീം കുമാറിന് ഈ ആശുപത്രി വളപ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളെ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. ഒട്ടേറെ ആളുകൾ ആശുപത്രിയിൽ വിവിധ ആവശ്യങ്ങൾക്ക് എത്തിയവരും കൂടാതെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയവരും ഒക്കെ കാത്തു നിൽക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും. പൂജ നേരത്തെ പറഞ്ഞു വന്നത് പൂരിപ്പിക്കുകയാണെങ്കിൽ പല കലാകാരന്മാർക്കും കലാകാരികൾക്കുമൊക്കെ രാഷ്ട്രീയമുണ്ട് എങ്കിലും പലപ്പോഴും അവരത് വെളിപ്പെടുത്താറില്ല, അല്ലെങ്കിൽ വളരെ രഹസ്യമായി മാത്രം വെളിപ്പെടുത്തുന്ന ഒന്നാണ്. എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിരുന്നു സലീം കുമാർ എന്ന് പറയുന്ന നടൻ. തുടക്കം മുതൽ തന്നെ ഒരു കോൺഗ്രസ്സുകാരനായാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അത് പുറത്തു പറയുന്നതിന് അദ്ദേഹത്തിന് ഒരിക്കലും മടിയുണ്ടായിരുന്നുമില്ല. വടക്കൻ പറവൂരിലെത്തിയ കെ കരുണാകരനെ സ്വീകരിച്ചതോടുകൂടിയാണ് മാലയിട്ട് ഒരിക്കൽ സ്വീകരിക്കാൻ അച്ഛനൊപ്പം അദ്ദേഹം പോയിരുന്നു. അതോടുകൂടിയാണ് അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായി മാറിയത് എന്നാണ് സലീം കുമാർ തന്നെ പറയുന്നത്. അന്ന് കെ കരുണാകരൻ ആരാണ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്താണ് എന്നൊന്നും അറിയാത്തൊരു പ്രായമാണ്. പക്ഷേ അന്ന് മുതൽ ഞാൻ കോൺഗ്രസ്സുകാരനായി എന്നാണ് സലീം കുമാർ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. പൂജ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടത് മുഖ്യമന്ത്രി VD സതീശന് വടക്കൻ പറവൂരിൽ നൽകിയ വലിയ സ്വീകരണത്തിനാണ്. അവിടെ വെച്ചും അദ്ദേഹം തൻ്റെ രാഷ്ട്രീയം തുറന്നു പറയുന്നതിൽ മടിയോ വിമുഖതയോ യാതൊന്നും കാണിച്ചില്ല. വിമർശനങ്ങൾ വരുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നില്ല. അദ്ദേഹം തന്നെ ഇതേക്കുറിച്ച് പറയുന്നത്, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, പക്ഷേ വടക്കൻ പറവൂരിലെ ഇതര പാർട്ടിക്കാരും എന്നോട് ഏറ്റവും സഹകരിച്ചാണ് പെരുമാറിയിരുന്നത്. CPM-കാരൊക്കെ തന്നോട് സ്നേഹത്തോടുകൂടിയാണ് പെരുമാറിയിരുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനെ തൻ്റെ രാഷ്ട്രീയം ഉറക്കെ വിളിച്ചു പറയുക കൂടി അദ്ദേഹം എക്കാലവും ചെയ്തിരുന്നു. ആ രാഷ്ട്രീയ നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സ്ഥാനമാനങ്ങൾക്കൊന്നും വേണ്ടിയായിരുന്നില്ല ഒരിക്കലും അദ്ദേഹം ആ രാഷ്ട്രീയം ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹത്തെ തേടി അതുകൊണ്ട് തന്നെ മറ്റു നോമിനേഷനുകൾ അത്തരം സ്ഥാനമാനങ്ങൾ ഒന്നും എത്തിയിരുന്നുമില്ല. തികഞ്ഞ ഒരു ശുദ്ധനായ കലാകാരൻ തന്നെയായിരുന്നു സലീം കുമാർ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അദ്ദേഹം അവതരിപ്പിച്ച ചില കഥാപാത്രങ്ങളെ പോലെ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ ഇന്നലെ പറഞ്ഞത്, ഒരു സാധാരണ പറവൂരുകാരനെ പോലെ ഒരു സാധാരണക്കാരനായി സംസാരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾ എന്നാണ് സലീം കുമാറിനെ മുഖ്യമന്ത്രി ഇന്നലെ വിശേഷിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ വടക്കൻ പറവൂരിൽ കലയ്ക്കൊപ്പം കലാപ്രവർത്തനങ്ങൾക്കൊപ്പം കുറച്ച് കൃഷിയുമൊക്കെയായി തൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ആ നാടുമായും വീടുമായും അഭേദ്യമായ ബന്ധം പുലർത്തി നാട്ടുകാരിൽ ഒരാളായി കഴിയുന്ന ഒരു സലീം കുമാറിനെയാണ് വടക്കൻ പറവൂരുകാർക്ക് ഏറ്റവും പരിചയമെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ചെമ്മീൻ കിട്ടുണ്ട്, നെൽപ്പാടമുണ്ട്. ഈ സിനിമകളില്ലാത്ത ഒരു സമയത്ത് അല്ലെങ്കിൽ ഇടവേളകളിൽ അദ്ദേഹം അത്തരം കൃഷികാര്യങ്ങളിലൊക്കെ വ്യാപൃതനാവുകയും നാട്ടിലെ സാമൂഹിക സാംസ്കാരിക പരിപാടികളൊക്കെ സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വടക്കൻ പറവൂരുകാർക്ക് സലീം കുമാർ ഒരു വലിയ ചലച്ചിത്ര നടനാണോ എന്ന് ചോദിച്ചാൽ തങ്ങളിൽ ഒരാളാണ് സലീം കുമാർ എന്നുള്ള മറുപടിയായിരിക്കും അവരിൽ നിന്നുണ്ടാവുക.